ഗ്രീൻലാൻഡ് വിഷയത്തിൽ കാനഡയ്ക്കെതിരെ വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് പ്രദേശം ഉൾപ്പെടുത്തിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കാനഡ എതിരാണ്. ചൈനയുമായുള്ള കാനഡയുടെ വാണിജ്യ ധാരണ ആ രാജ്യത്തിനെ പ്രതികൂലമാക്കും. ചൈന തന്നെ വൈകാതെ കാനഡയെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഐസൻ. അനഘ, ഈ ഗ്രീൻലൻഡ് ഏറ്റെടുക്കുന്നത് ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം, അതായത് വിശാല മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായാണ് എന്നാണ് ട്രംപിന്റെ നിലപാട്. ഈ നിലപാടിനെ കൃത്യമായി എതിർക്കുകയാണ് കാനഡ എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ കാനഡയുടെ ഈ എതിർപ്പിനെതിരെ അതിശക്തമായ നിലപാട് നേരത്തെ തന്നെ ട്രംപ് സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് ചൈനയിലെത്തി കനേഡിയൻ പ്രധാനമന്ത്രിക്ക് മാർക്ക് കാർണി ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിവിധ ധാരണകൾ അവർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു, ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിരൂക്ഷമായ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയത്. കാനഡ ഈ ഗോൾഡൻ ഡോം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് ഏറ്റെടുത്ത് സൈനിക സംവിധാനം ഉണ്ടാക്കുന്നതിനെതിരാണ്. ആ സൈനിക സംവിധാനം ഉണ്ടാക്കുന്നതിന് എതിരായ കാനഡയുടെ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ കാനഡയുമായി കർശനമായ നീക്കങ്ങൾ, അല്ലെങ്കിൽ വലിയ എതിർപ്പുകളിലേക്ക് നീങ്ങുന്ന ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല, മറ്റൊരു പരാമർശം കൂടി ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്, ചൈന ഇത്തരത്തിലൊരു ധാരണയിലെത്തിയിരിക്കുന്നത് കാനഡയെ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അതിനെ മുഴുവനുമായും അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ചൈന ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ട്രംപ് അത് സമൂഹ മാധ്യമത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതിന് ശേഷം അത് കുറിക്കുന്ന ആ ഒരു പശ്ചാത്തലം തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ചൈന ഈ കാനഡയുമായുള്ള ശക്തമായ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ആ ശക്തമായ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ കാനഡയ്ക്കും ചൈനയ്ക്കും ഒരേപോലെ, ചൈനയ്ക്ക് വൻതോതിലും കാനഡയ്ക്ക് പല ഇനങ്ങളിൽ പല തരത്തിലുമായി 35% അധിക താരിഫ് ചുമത്തിയിരിക്കുന്നു. അധിക താരിഫ് ചുമത്തിയ രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചന നേരത്തെ തന്നെ ലഭ്യമാകുന്നുണ്ട്. സ്വാഭാവികമായും കാനഡയും ചൈനയുമായുള്ള ബന്ധം ഇത്തരത്തിൽ അലോസരപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൃത്യമായും ട്രംപിനുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ സമൂഹ മാധ്യമത്തിലെ ഈ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അനഘ. ശരി ഐസൻ, വ്യക്തമാണ്.